ഗുഡ് മോർണിംഗ് ക്ലാസ്. അപ്പോൾ നമ്മൾ വെക്ടറൈസേഷൻ കഴിഞ്ഞു. വെക്ടറൈസേഷൻ നമ്മൾ ചെയ്താണ് പോയിന്റ്, പോളിലൈൻ, പോളിഗൺ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ദാറ്റ്സ് സ്നാപ്പിംഗ്, റൈറ്റ്. അത് നമ്മൾ പറഞ്ഞാണ് സ്നാപ്പിംഗ്. നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ജില്ലകൾ, പോളിഗൺ, ഇപ്പം നിങ്ങൾ ഇതെല്ലാം ചെയ്യണം. കേരളത്തിൻ്റെ ഹോൾ മാപ്പ് ഡിജിറ്റൈസ് ചെയ്യണം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് സ്നാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടൂളും, പിന്നൊന്ന് ഡിസോൾവ്. സ്നാപ്പിംഗ് ആൻഡ് ഡിസോൾവ്. സ്നാപ്പിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ പോളിഗൺ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ സ്നാപ്പിംഗ് ടൂൾ ഓൺ ആക്കാതെ പോളിഗൺ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മുകളിൽ കൊല്ലം. നമുക്ക് എന്താ വെച്ചാൽ തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും കോമൺ ആയിട്ടാണ് അതിർത്തി. അപ്പം നമ്മൾ അതെങ്ങനെ ചെയ്യുന്നു? അപ്പം എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി അത് ലെങ്ത് ആയി, 20 മിനിറ്റ് കൂടുതലുണ്ട്. അപ്പം ഞാൻ അതാണ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഒന്ന് സ്നാപ്പിംഗ് ടൂൾ ഓഫ് ആക്കിയിട്ടുള്ള ഡിജിറ്റൈസേഷൻ ഇതാണ് കാണിക്കുന്നത്. പിന്നൊന്ന് സ്നാപ്പിംഗ് ടൂൾ ഓൺ ആക്കിയിട്ടുള്ളത്. എന്താണ് സ്നാപ്പിംഗ്? ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് എന്താണ് ഈ മാഗ്നറ്റിൻ്റെ സിമ്പൽ? ഇത് തന്നെയാണ് ആ ടൂളിൻ്റെ സിമ്പൽ കേട്ടോ. അപ്പം നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അപ്പോൾ നമ്മൾ QGIS എടുത്തു, റൈറ്റ്. QGIS എടുത്തു. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് സ്നാപ്പിംഗ് ടൂള്. ഇതെങ്ങനെയാണ് എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ ടൂള് എടുക്കുന്ന പാനലിൽ പോവുക. അതിൽ ടൂൾ ബാറിൽ സ്നാപ്പിംഗ് ടൂൾ ബാർ കണ്ടോ, റൈറ്റ്. ക്ലിക്ക് ചെയ്യുക, സ്നാപ്പിംഗ് ടൂൾ ബാർ. ഇത് ഈ മാഗ്നറ്റിന്റെ സിമ്പലിൽ പ്രസ് ചെയ്താൽ അത് ഓഫായി, ഇപ്പോൾ ഓണായി, റൈറ്റ്. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ തിരുവനന്തപുരം, കൊല്ലം വേണ്ട ഒരേ അതിർത്തിയാണ്. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു തിരുവനന്തപുരത്തിൻ്റെ ഒരു മാപ്പ് ചെയ്തു. തന്നെ അതിൻ്റെ മുകളിൽ എഗെയിൻ ഈ ഭാഗം ഡിജിറ്റൈസ് ചെയ്യേണ്ടതില്ല. അപ്പം നമ്മളിങ്ങനെ ഈ ഒരു പാർട്ടി കൂടെ ഇങ്ങനെ ചെയ്താൽ മതി, റൈറ്റ്. അപ്പം നമ്മൾ രണ്ട് ടൂള് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഒന്ന് സ്നാപ്പിംഗ് എന്ന് പറഞ്ഞത്, പിന്നെ ഒന്നുള്ളത് ഡിസോൾവ്. ഞാൻ നിങ്ങൾ സ്നാപ്പിംഗ് ഒക്കെ ആദ്യം ഒന്ന് ക്ലിയർ ആവട്ടെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസോൾവ് എന്ന് പറഞ്ഞ ടൂളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ ഓൾറെഡി ഡിജിറ്റൈസ് ചെയ്തു. ഇതാണ് ആ പോളിഗൺ. നമുക്കിതിൻ്റെ സിംബോളജിയിലൊന്നും മാറ്റം വരുത്താം. പ്രോപ്പർട്ടി പോവുക. പ്രോപ്പർട്ടി പോയ ശേഷം നമുക്കിത് ഈ സിമ്പിൾ എടുക്കാം, റൈറ്റ്. ഓക്കെ, കണ്ടോ. അപ്പോൾ ഇതിങ്ങനെ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഈ സ്നാപ്പിംഗ് ടൂള് ഓൺ ആക്കുക. വേണ്ട, ഈ മാഗ്നറ്റിന്റെ സിമ്പിളിൻ്റെ അടുത്തുള്ള ഓപ്ഷനിൽ പോവുക. സ്നാപ്പിംഗ് സെറ്റിങ്സ്, അതിൽ ഇത് ഓണാക്കുക. ഇതിൽ ഓൾ ലേയേഴ്സ് കൊടുക്കുക. ഇത് സെഗ്മെന്റ് എന്ന് കൊടുക്കുക, റൈറ്റ്. സെഗ്മെന്റ് ഇതെല്ലാം ഡിഫാക്റ്റായിട്ട് കിടക്കും. ടോപ്പോളജിക്കൽ എഡിറ്റിംഗ്, നമ്മൾ ടോപ്പോളജിക്കൽ എഡിറ്റിംഗ് ആണ് ചെയ്യുന്നത്. പിന്നെ അവോയ്ഡ് ഓവർലാപ്പ് ഓൺ ആക്റ്റീവ് ലെയർ, കണ്ടോ. അലോ ഓവർലാപ്പ് അല്ല, അവോയ്ഡ് ഓവർലാപ്പ് ഓൺ ആക്റ്റീവ് ലെയർ. സ്നാപ്പിംഗ് ഓൺ ഇന്റർസെക്ഷൻ കൊടുക്കുക, അത് ഓണാക്കിയിടുക. സെൽഫ് സ്നാപ്പിംഗ്, അത് ഓണാക്കിയിടുക. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. സിമ്പിളാണ്. ഇതിലങ്ങനെ കോംപ്ലിക്കേഷൻ ആയിട്ട് ഒന്നും വരേണ്ട കാര്യമൊന്നുമില്ല. സിമ്പിളാണ്, റൈറ്റ്. അപ്പോൾ നമ്മളിത് എടുക്കുന്നു, ഈ പോളിഗണിൽ ക്ലിക്ക് ചെയ്തു, എഡിറ്റിംഗ്, റൈറ്റ്. ടോഗിൾ എഡിറ്റിംഗ് ക്ലിക്ക് ചെയ്യുക. എഗൈൻ ഈ പോളിഗൺ എടുക്കുക. അപ്പം നമ്മൾ സ്നാപ്പിംഗ് ഓൺ ആക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്ക് നോക്കാം കറക്റ്റ് ആവുമെന്ന്. അപ്പം ഞാൻ ഷേപ്പ് ഒന്നും നോക്കുന്നില്ല, ഞാനിതിങ്ങനെ
ക്ലിക്ക് ചെയ്യാണ്. കൊല്ലം. ഞാൻ ഷേപ്പ് ഒന്നും നോക്കുന്നില്ല, നിങ്ങൾ വേണം ഇതൊക്കെ ഷേപ്പൊക്കെ നോക്കി വളരെ സൂം ചെയ്തിട്ട് ക്ഷമയോടെ ചെയ്യുക. റൈറ്റ്, ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. റൈറ്റ്, അപ്പോൾ ഇത് 1 കൊല്ലം. കണ്ടോ, കോമൺ അതിർത്തി വന്ന കണ്ടോ, കണ്ടോ, കോമൺ ആയിട്ടുള്ള അതിർത്തി വേണ്ട. ഈ ഒരു കാര്യത്തിനാണ് നമ്മൾ സ്നാപ്പിംഗ് ടൂള് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു റിവറിന് പലതരത്തിലുള്ള കൈവഴികളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യത്തിന് പോകുന്നു, ഓരോ കൈവഴികളിൽ ഇങ്ങനെ ഡിജിറ്റൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സ്നാപ്പിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഉപയോഗിക്കുക കേട്ടോ. സിമ്പിൾ ചെറിയൊരു വീഡിയോ ആണ്. ഇത് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഡീറ്റെയിൽസ് ഇതുപോലെ ചെയ്യരുത്. നിങ്ങൾ വളരെ ക്ഷമയോടെ ഓരോ ഡിസ്ട്രിക്റ്റും ഡിജിറ്റൈസ് ചെയ്യുക, അതിനുള്ള ഓരോ പോയിന്റും. പിന്നെ നമുക്ക് ഈ ലീനിയർ ഫീച്ചറിന് ഞാൻ വേറൊരു ഡാറ്റ സെറ്റ് തരാം കേട്ടോ. ഈ രീതിയിലാണ് സ്നാപ്പിംഗ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.